of a two-digit number and the number obtained by interchange the position of its digits is 154. What is the sum of the digits? The sum of a two-digit number and the number obtained by interchange, the position of its digit is 154. What is the sum of the digits? നിങ്ങൾക്ക് ആ ചോദ്യം എഴുതിയെടുക്കാം. നിങ്ങൾക്ക് ആ ചോദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇതിന്റെ മലയാളം വേണോ? മലയാളം ഞാൻ പറയാം, എഴുതുന്നില്ല, മലയാളം ഞാൻ പറയാം. ഒരു രണ്ടക്ക സംഖ്യയും ആ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം തിരിച്ചിട്ട സംഖ്യയുടെയും തുക 154. അക്കങ്ങളുടെ തുക എത്രയാണ്? ഒന്നുകൂടി പറയാം. ഒരു രണ്ടക്ക സംഖ്യയും ആ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം തിരിച്ചിട്ടിട്ട് ഉള്ള സംഖ്യയുടെയും തുക 154. അക്കങ്ങളുടെ തുക എന്താണ്? ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്താണെന്ന ചോദ്യം. ഇത്തരം ജനറൽ ചോദ്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ ചോദ്യം ഒരു കൃത്യമുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റും. ഒരു ഓപ്ഷൻസ് ഞാൻ എഴുതിയാണ് 12, 11, 13, 14. ദീസ് ആർ ദ ഓപ്ഷൻസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ എടുത്തു നോക്കുക. ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ റഫ് പേജിൽ വെറുതെ ഒരു രണ്ടക്ക സംഖ്യ എടുത്തു വെക്കുക. ഇഷ്ടമുള്ള എടുക്കാറില്ല, രണ്ടും വ്യത്യസ്തമായി എടുക്കുന്നതായിരിക്കും നല്ലത്. ധ്യാന ഒരു രണ്ടക്ക സംഖ്യ പറയും, ഏതെങ്കിലും. 23. ഇവര് പറഞ്ഞതുപോലെ 23 തിരിച്ചിട്ടാൽ നമുക്ക് കൂട്ടിയാൽ ഒരു 3 അക്ക സംഖ്യ കിട്ടില്ല. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 3 അക്ക സംഖ്യ കിട്ടണം കൂട്ടിയാല്. അങ്ങനെയുള്ള രണ്ടക്ക സംഖ്യ പറയും ധ്യാന. 84. 84 എടുത്തു ഞാൻ. 84. 84 തിരിച്ചിട്ടാൽ എത്രയാണ്? 48. ഈ പറഞ്ഞതുപോലെ 84, 48 ഞാൻ കൂട്ടാൻ പോവുകയാണ്. എത്രയാണ്? 132. ഇവിടെ ഒരു അത്ഭുതം ധ്യാനത്തിൽ കാണാം. എന്താണ് അത്ഭുതം? 132 ഈ 1 ഞാൻ എടുക്കുകയാണ്. 132 ഈ 2 ഞാൻ എടുക്കുകയാണ്. ഈ രണ്ടും ഒന്നും കൂടി ചേർത്താൽ എത്രയാണ്? 3. അപ്പൊ 84 8ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? 12. ഈ രണ്ടും ഒന്നും ചേർത്തിട്ട് എത്രയാണ്? വായിക്കുക. രണ്ടും ഈ 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സംഖ്യ? 12. അപ്പൊ 8ന്റെ കൂടെ 4 കൂട്ടിയാൽ എത്രയാണ്? 12. ശരി, ഒരു വേറെ രണ്ടക്ക സംഖ്യ പറയും. 72. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടിയാൽ 3 അക്ക സംഖ്യ കിട്ടണം. പിന്നെ അതിന്റെയാണോ വായിച്ചുകൊണ്ടിരിക്കുന്നത്? 27 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 അക്ക സംഖ്യ കിട്ടില്ലല്ലോ അവിടെ. 87. ഇത് അങ്ങോട്ട് വായിക്കട്ടെ, ഇത് വായിക്കട്ടെ. ശരി, 87 ധ്യാന പറഞ്ഞു. ഞാൻ 87 എന്ന സംഭവം ധ്യാന പറഞ്ഞു. ആ 87 തിരിച്ചിട്ടു 78 കിട്ടി. കൂട്ടിയത് എത്രയാണ്? 165. ഈ 165 ആദ്യത്തെ സംഖ്യ ഏതാണ് ധ്യാന?
1. അവസാനത്തെ നമ്പർ ഏതാണ്? 5. 1ഉം 5ഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് 15 അല്ലേ? അതെ. അപ്പൊ 8ന്റെ കൂടി 7 കൂട്ടിയാലും 15 അല്ലേ? അതെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു രണ്ടക്ക സംഖ്യ അത് ഇന്റർചേഞ്ച് ചെയ്ത് കൂട്ടിയപ്പോൾ എനിക്ക് 165 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്രയാണ്? 15. ആ 15 എങ്ങനെയാണ് കിട്ടുന്നത്? ശരി, ഇനി നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ എഴുതുന്ന രണ്ടക്ക സംഖ്യ അത് തിരിച്ചിട്ട് കൂട്ടിയപ്പോൾ 154 കിട്ടി എന്ന് പറഞ്ഞാൽ ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയായിരിക്കും? 14. ആ 14 എങ്ങനെയാ കിട്ടുന്നത്? നമ്പറിന്റെ ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ എഴുതിയിട്ട്. ഒരു ലാസ്റ്റ് നമ്പർ എടുത്താൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒരു രണ്ടക്ക സംഖ്യ 89 എടുത്തു, അല്ലെങ്കിൽ 86 എടുത്തു. നിങ്ങൾക്ക് 154 കിട്ടണമെന്നുണ്ടെങ്കിൽ 86 എടുത്തു. 86 തിരിച്ചിട്ട് എത്രയാക്കും? 68. കൂട്ടിയാൽ എത്രയാണ്? 154. 154. ശരി, 154 ആദ്യ സംഖ്യ ഏതാണ്? 1. അവസാനത്തെ സംഖ്യ ഏതാണ്? 4. അപ്പൊ 14 കണ്ടോ? അപ്പൊ 8ന്റെ കൂടെ 6 കൂട്ടിയാൽ 14. ഇത് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല സർ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം എന്താണ്? മനസ്സിലായി. അന്ന് പറഞ്ഞോളൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഏതോ 2 2 ഡിജിറ്റ് നമ്പർ ഒരു 2 ഡിജിറ്റ് നമ്പർ അതിന്റെ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള നമ്പറും കൂടെ ആഡ് ചെയ്തപ്പോൾ 154 കിട്ടി എങ്കിൽ ആ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ 154 എന്നുള്ള നമ്പറിന്റെ ഫസ്റ്റ് നമ്പറായ 1ഉം ലാസ്റ്റ് നമ്പറായ 4ഉം എടുക്കുക. അപ്പൊ നമുക്ക് 14 കിട്ടും. ഈ 14 ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായോ മക്കളെ? എന്നിട്ട് മനസ്സിലായില്ല? എന്താണ് ഇല്ലാത്തത്? മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. ഈ രണ്ടക്ക സംഖ്യകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഇവിടെ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതും രണ്ടക്ക സംഖ്യയിൽ ബന്ധപ്പെട്ട ചോദ്യം. ഇങ്ങനെ രണ്ടക്ക സംഖ്യ 3 സംഖ്യയായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചിട്ട് കൂട്ടുന്നതിനൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രൈം നമ്പറായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. മുമ്പ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഒരു രണ്ടക്ക സംഖ്യ, അത് നിങ്ങളോട് പറയുന്നില്ല, ശരി ഏതാ രണ്ടക്ക സംഖ്യ എന്ന് പറയാതെയാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഒരു രണ്ടക്ക സംഖ്യ, ആ രണ്ടക്ക സംഖ്യ തിരിച്ചിട്ടു ആദ്യ സംഖ്യയും രണ്ടാം സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 54. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ചോദ്യം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു നോക്കിക്കോളൂ. ഇപ്പൊ 71 തിരിച്ചിട്ടു 17 കിട്ടി. 71 നിന്ന് 17 മൈനസ് ചെയ്താൽ എത്രയാണ്? 66. എന്തായി പറയുന്നത്? 71 നിന്ന് 17 മൈനസ് ചെയ്താൽ 54. എത്രയാണ്? 54. അപ്പൊ 54. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് വരിക. ഒരു രണ്ടക്ക സംഖ്യ 71 തരില്ല, 17 തരില്ല. അത് തിരിച്ചിട്ട് വ്യത്യാസം കണ്ടപ്പോൾ 54 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര? 71 തരാതെ നിങ്ങളോട് ചോദിക്കുന്ന 7 1 കുറച്ചാൽ എത്രയാണ്? എത്ര 7 1 മൈനസ് ചെയ്താൽ? 6. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഈ 54 എന്ന സംഖ്യ 9ന്റെ ഗുണിതമാണ്. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ സംഖ്യകളും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും.
അപ്പൊ 9 കൊണ്ട് ഇതിനങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 6 തന്നെയാണ് കിട്ടുക. അപ്പൊ ആ രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ വ്യത്യാസവും 6 തന്നെയാണ്. ധ്യാന വേറെ ഏതെങ്കിലും രണ്ടക്ക സംഖ്യ പറയും. 54. ഈ 54 തിരിച്ചിട്ട് എത്രയാണ്? 45. 45. 54 45 മൈനസ് ചെയ്താൽ എത്രയാണ്? 50. 9. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു രണ്ടക്ക സംഖ്യ തിരിച്ചിട്ട് കൂട്ടിട്ട് കുറച്ചപ്പോൾ 9 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ വ്യത്യാസം 5 ന് 4 കുറച്ച് എത്രയാണ്? 1. അപ്പൊ 9 എന്ത് ചെയ്താലാണ് നമുക്ക് 1 കിട്ടുക? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 9 അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇനി 9 അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യക്ക് പ്രത്യേകത ആർക്കും പറയാൻ പറ്റും? ഒൻപതിലെ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാറ്. അതിങ്ങനെ 9 അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യയുടെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇപ്പൊ 9 അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യ പറയുക. 89. ശരി. ഈ 89 എന്ന ഈ 9 അവസാനിക്കുന്ന ഈ രണ്ടക്ക സംഖ്യയിലെ 8ഉം 9ഉം തമ്മിൽ ഞാൻ ഗുണിച്ചു. എത്രയാണ്? 72. 8ഉം 9ഉം തമ്മിൽ ഞാൻ കൂട്ടി. അതെത്രയാണ്? 17. അപ്പൊ ചോദ്യം വരുന്നു, ഒരു രണ്ടക്ക സംഖ്യ, ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ഗുണനഫലവും പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ്, ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും സം ഓഫ് ഡിജിറ്റ്സ്, അത് വീണ്ടും തമ്മിൽ കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യയിലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചു വരിക. അത് 9 അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യയുടെ പ്രത്യേകതയാണ്. ഏതൊരു രണ്ടക്ക സംഖ്യ 9 അവസാനിക്കുന്ന നിങ്ങൾ എടുത്താലും, ഇപ്പൊ 29, അതിലെ 29 2ഉം 9ഉം തമ്മിൽ ഗുണിച്ചാൽ 2 9 18. 2ഉം 9ഉം തമ്മിൽ കൂട്ടിയാൽ 11. ഇവ തമ്മിൽ വീണ്ടും കൂട്ടിയാൽ 29ലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. ചോദ്യം നിങ്ങളോട് ചോദിക്കുക, ആ രണ്ടക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്ര? വൺസ് പ്ലേസ് എത്ര എന്നാ ചോദിക്കുക. എന്ത് മറുപടിയാണ് നിങ്ങൾ പറയുക? 9. അതെപ്പോഴും 9 ആയിരിക്കും. ഇങ്ങനെ രണ്ടക്ക സംഖ്യകളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അത് പ്രൈം നമ്പറായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, സ്ക്വയർ നമ്പറായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ജനറൽ ആയിട്ടുള്ള ചോദ്യ വിഭാഗത്തിലാണ് പെടുക. 2 മാർക്കിന്റെ ചോദ്യം സാറ്റ് പരീക്ഷക്ക് അങ്ങനെയും ഉണ്ടാകും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അയച്ചു തരിക, അല്ലെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. അത് USSന്റെ മുമ്പ് വന്നൊരു ചോദ്യമാണത്. അത് നോക്കാം. ഏതൊരു സംഖ്യ, അത് രണ്ടക്ക സംഖ്യ ആയിക്കോട്ടെ 3 സംഖ്യ ആയിക്കോട്ടെ, ആ സംഖ്യ ഇപ്പൊ ഒരു 3 ഡിജിറ്റ് നമ്പർ പറയൂ. 324. ഈ 324 ഒന്നുകൂടി 4 ഡിജിറ്റ് നമ്പർ ആക്കി. 3241. ഈ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണ്? അല്ല. എന്തുകൊണ്ട് അല്ല? ഡിജിറ്റൽ റൂട്ട് 9 അല്ല. ഡിജിറ്റൽ റൂട്ട് 9 അല്ല, അല്ലെങ്കിൽ സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. പക്ഷേ ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആക്കാം. എങ്ങനെയെന്നറിയോ? ഇതിന്റെ അക്കങ്ങളുടെ തുക ഇത് കൂട്ടിയാൽ എത്രയാണ്? 10. ഇതിൽ നിന്ന് 10 അങ്ങ് മൈനസ് ചെയ്തറിയാം. 10 മൈനസ് ചെയ്താൽ 1 3 2 3 3241. ഈ 3231
3231 ഇപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതെ. അതെന്തുകൊണ്ട്? സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സം ഓഫ് ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3 നോക്കും, ഡിജിറ്റൽ റൂട്ട് 9ന്റെയാണ്. അപ്പം ഏതൊരു രണ്ടക്ക സംഖ്യയിലും 3 അക്ക സംഖ്യയിലും ഏതൊക്ക സംഖ്യയായാലും ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും അതേപോലെ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുകയിൽ നിന്ന് ആ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് തിരിച്ചറിയുക. വേറെ ഒരു ചോദ്യം വരുന്നു 9ആയിട്ട് ബന്ധപ്പെട്ട്. അതും 9ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഏതാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അത് 288ന്റെ പ്രത്യേകതയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 288 9ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 8 × 16 2 18 കൂട്ടിയാൽ കിട്ടുക. 18 9ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് 288 9ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ 288 എന്ന സംഖ്യ, ആ സംഖ്യ മൈക്ക് മ്യൂട്ട് ചെയ്യണേ പോലെ. ഹലോ, അതാരാന്ന്? മൈക്ക് മ്യൂട്ട് ചെയ്തില്ല. അതേത് ഐ ഡിയിലാണ് പോലെ? ശരി, ഞാനെ കേൾക്കാമോ? യെസ്. 288 എന്ന സംഖ്യ, ആ സംഖ്യക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 9ന്റെ മൾട്ടിപ്പിൾ മാത്രമല്ല, ഇതിലെല്ലാം ഈവൻ ഡിജിറ്റ്സ് ആണ്. 2, 8, 8 എല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പൊ എല്ലാം ഇരട്ട സംഖ്യകളായ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് മാത്രമല്ല, എല്ലാ ഇരട്ട സംഖ്യകളായ 9ന്റെ ആദ്യത്തെ ഇരട്ട അക്കങ്ങളായ 9ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ആണ് 288. നിങ്ങൾ 9ന്റെ എല്ലാ മൾട്ടിപ്പിളും ഒന്ന് പരിശോധിച്ച് നോക്കൂ. 9 9 2 9 18 3 27 4 36. അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഒറ്റസംഖ്യ കാണാതിരിക്കില്ല. 9 1 7 3, പിന്നെ 45ലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 5 കണ്ടോ. ഇതെല്ലാം ഒരു ഒറ്റസംഖ്യ നിങ്ങൾ കാണും. പക്ഷേ അങ്ങനെ അത് 30 വരെ പോയാലും നിങ്ങൾക്ക് ഒറ്റസംഖ്യ കാണാം. 30 9 27 270 അവിടെ ഒറ്റസംഖ്യ. ഇനി അടുത്ത 31 279 ഇവിടെയും നമുക്ക് 2 ഒറ്റസംഖ്യകൾ കാണാം. പക്ഷെ അതേ സമയത്ത് 32നെ 9 കൊണ്ട് ഗുണിച്ചാൽ 288. അപ്പൊ 288നെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചോദ്യം എങ്ങനെ വരാം? എല്ലാം ഈവൻ ഡിജിറ്റ്സ് ആയ, അല്ലെങ്കിൽ ഒരൊറ്റ ഡിജിറ്റും വരാത്ത 9ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ് മക്കളെ പറയൂ? 288. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണം. യെസ് ഓർ നോ? ഞാൻ 9ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. നിങ്ങൾ മൈക്കോട് സ്വയം ക്രമീകരിക്കുക. ഇനിയുള്ള ചോദ്യം ഞാൻ ഏജുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ ബ്ലഡ് റിലേഷനായിട്ട് ബന്ധപ്പെട്ടും 2 ചോദ്യം തരികയാണ്. അപ്പോ മുൻപത്തെ ക്ലാസ്സിൽ എടുത്തത് മനസ്സിലാകാത്തവർക്ക് ഈ ചോദ്യത്തോടു കൂടി അത് ക്ലിയർ ആവും. ആ ഏജുമായിട്ട് ബന്ധപ്പെട്ടും ബ്ലഡ് റിലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതില് ബ്ലഡ് റിലേഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു ഫിഗർ വരച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് ഞാൻ ലൈറ്റ് ആയിട്ടൊരു ചോദ്യം തരാം. ചോദ്യം ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതാം. എന്തെങ്കിലും സംശയത്തിന്റെ ചോദ്യത്തിന്റെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എയുടെ മകൻ ബി. ബി is the son of A. എയുടെ മകൻ ബിയും സിയുടെ സഹോദരൻ ബിയും, സിയുടെ സഹോദരൻ ബിയും, ഡിയുടെ മകൾ
ഡിയുടെ മകൾ സിയും ആയാൽ എയുടെ ആരാണ് ഡി? ഭാര്യ. ഭാര്യ. അതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ വൈഷ്ണവി. വൈഷ്ണവി, ഇത്തരം ചോദ്യം നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ അക്ഷരങ്ങൾ അവിടെ എഴുതിക്കൊണ്ട് അതിന് ഫാമിലി ട്രീ ഉണ്ടാക്കില്ല. എന്നാ പെട്ടെന്ന് കഴിയും. വൈഷ്ണവി മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ എ എന്ന ആള് ആദ്യം പറഞ്ഞു. അപ്പൊ എയുടെ മകൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ നേരെ ചോട്ടില് നമുക്ക് ബിനെ എഴുതാം. പക്ഷെ ബിക്ക് ഞാനൊരു പ്ലസ് ചിഹ്നം കൊടുക്കുന്നുണ്ട്. അതെന്താ ബിക്ക് പ്ലസ് ചിഹ്നം കൊടുത്തത്? മകന്റെ ചിഹ്നല്ലേ? അത് ആൺകുട്ടികളാകുമ്പോൾ നമ്മൾ പ്ലസ് ചിഹ്നവും പെൺകുട്ടികളാകുമ്പോൾ മൈനസ് ചിഹ്നം കൊടുക്കും. പിന്നെ അടുത്തത് പറയുന്നത് സിയുടെ സഹോദരൻ ആണ് ആര്? ബി എന്ന് പറയുന്നത്. അപ്പൊ സി സഹോദരനും സഹോദരിയുടെ നേരെ എഴുത്. അപ്പൊ ഇത് സഹോദരി ആയതുകൊണ്ട് നമ്മൾ അത് മൈനസ് ചിഹ്നവും കൊടുക്കും. സിയുടെ സഹോദരനാണ് ബി. അപ്പൊ ഇതിനിങ്ങനെ മാറ്റി. അടുത്ത പ്രശ്നം, ഡിയുടെ മകൾ സി എന്ന് പറയുന്നു. അപ്പോൾ ഡി നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡിയുടെ മകളാണ് സി. അതിങ്ങനെ മാറ്റി. ഇനി നമ്മളോടുള്ള ചോദ്യം, എയുടെ ആരാണ് ഡി എന്നാണ്. ഏതാരാണ് ഡി? നിങ്ങൾ പറ. ഭാര്യ. അപ്പൊ ഇവിടെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫാമിലി ട്രീ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി ലേശം ഒരു കട്ടി കൂടിയ ചോദ്യമാണ് തരുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തരാം. തന്നോട്ടെ? സാർ, നേരത്തെ ക്വസ്റ്റ്യന്റെ ഭർത്താവ് ഒരു ഉത്തരം. അങ്ങനെയും വരാം, പക്ഷെ അങ്ങനെയും നമുക്ക് കൊടുക്കാം. അതിന് തെറ്റൊന്നുമില്ല. കാരണം എ ആരാണെന്നും ഡി ആരാണെന്നും പറയാത്ത സ്ഥിതിക്ക് അങ്ങനെ പറയാം കേട്ടോ. ആരാണ് ചോദ്യം? റസ്താൻ. റസ്താൻ ഇതുവരെ കിട്ടിയോ? സാറേ, എന്റെ ഫോണിലല്ല കയറിയത്. എന്റെ ഫോണിൽ നെറ്റ് ഇഷ്യൂ. പറയണ്ടേ? ശരി ശരി, സാറില്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം കൊടുക്കാം. പോയിന്റ് ടു എ വുമൺ pointing to a woman, Daya said, ചില കാര്യങ്ങൾക്ക് അടുത്ത് എത്തിപ്പോയിട്ടുണ്ട്. Her granddaughter is my brother's niece. How is Daya related to the woman? മദർ. വിളിച്ചു പറയുക. ഞാനൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. അങ്ങനെ ഉറക്കം നിങ്ങൾക്ക് മുമ്പ് ചോദ്യം കിട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം മറ്റുള്ള കുട്ടികൾക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരുടെയും. ധ്യാന കേൾക്കാം. Point to a woman, Daya said,
ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദയ പറഞ്ഞു, her granddaughter is my brother's niece. അവരുടെ പേരമകൾ എന്റെ സഹോദരന്റെ അനന്തരവളാണ്. എങ്കിൽ ആ സ്ത്രീയോട് ദയക്കുള്ള ബന്ധം എന്താണ്? ചോദ്യം ഒന്നുകൂടി ഒന്ന് വായിച്ച് ധ്യാനം. Pointing to a woman, Daya said, "Her granddaughter is my brother's niece." How is Daya related to the woman? ഇതിന്റെ ആൻസർ അറിയാമോ? Yes, എന്താണ്? mother. അതെങ്ങനെയാ തെളിയിക്കുക? വരച്ചു നോക്കിയപ്പോ കിട്ടി. വരച്ചു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ദയ എഴുതാൻ ആദ്യം. ദയ ഒരു ഇനിയിപ്പോ ഇതിൽ നിന്ന് ഓപ്ഷൻ എടുത്തതായിരിക്കും. ഇപ്പൊ ഈ ധ്യാന പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷനിൽ നിന്ന് ദയയുടെ അമ്മയായ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പൊ മദർ മേലുണ്ടാവും. അപ്പൊ ദയയുടെ അമ്മ. ഇനി ഈ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞത് ഇരിക്കുകയാണ്. അമ്മാമ്മയുടെ ഉത്തരം നിങ്ങൾ നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പോയത്. അപ്പൊ ദയയുടെ അമ്മയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അവരുടെ പേരമകൾ എന്ന് പറയാൻ ദയക്കും ഒരു മകൾ ഉണ്ടെങ്കിൽ അത് ഈ അമ്മയുടെ പേരക്കുട്ടിയാണല്ലോ. ദയയുടെ മകള ഈ അമ്മയുടെ പേരക്കുട്ടിയാണ്, ശരിയാണ്. അവരുടെ പേരമകൾ എന്റെ സഹോദരന്റെ, അപ്പൊ ദയക്കൊരു സഹോദരൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്റെ സഹോദരന്റെ അനന്തരവളാണ്, ശരിയാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ കുട്ടികളെ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാണ്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ക്ലിയർ ആയി. അപ്പൊ ഇങ്ങനെ ചില ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷക്ക് വരാറുണ്ട്. ആ ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാറുണ്ട്. ഇപ്പോൾ ഏജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, മകന് അച്ഛനും മകനും കൂടി രണ്ടാളും കൂടി 56 വയസ്സ്. അച്ഛനും മകനും കൂടി 56 വയസ്സ്. ഈ അച്ഛന് മകനേക്കാൾ 30 വയസ്സ് കൂടുതലാണ്. എങ്കിൽ മകന്റെ വയസ്സ് എന്താ? ഞാൻ ആ ചോദ്യം ആവർത്തിച്ചു. അച്ഛന്റെയും മകന്റെയും വയസ്സുകൾ കൂട്ടിയാൽ 56 കിട്ടും. മകന്റെ വയസ്സിനേക്കാൾ 30 വയസ്സ് കൂടുതലാണ് അച്ഛന്. എന്നാൽ മകന്റെ വയസ്സ് എത്ര? എത്രയാണ് പറയും? 13. അച്ഛന്റെ വയസ്സും മകന്റെ വയസ്സും കൂടി കൂട്ടിയിട്ടാണ് 56 കിട്ടുന്നതെങ്കിൽ ഈ 56 നിന്ന് അധികമുള്ള 30 അങ്ങോട്ടൊന്ന് മൈനസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 26. ആ 26ന്റെ പകുതി എത്രയാണ്? 13. അപ്പൊ മകന്റെ വയസ്സ് 13. 13നേക്കാൾ 30 കൂടിയാൽ എത്രയാണ്? 43. അപ്പൊ അച്ഛന് വയസ്സ് 43. കാരണം 13 മകനും അതിനേക്കാൾ 30 കൂടിയാൽ 40. ഇത്തരം ചോദ്യം നേരത്തെ 4ാം ക്ലാസ്സിൽ നമ്മള് ഒരു പേനയുടെയും പെൻസിലിന്റെയും വില 28 രൂപയാണ്, 27 രൂപയാണ്. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 5 രൂപ കൂടുതലാണ്. എങ്കിൽ പേനയുടെ വില എത്ര, പെൻസിലിന്റെ വില എത്ര എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണിത്. അപ്പൊ അതുകൊണ്ട് ഇതിലത്ര പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെറിയ ആളുടെ വയസ്സാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതൊന്ന് കുറച്ച് കളയാം, പകുതിയാക്കുക. ഇനി വലിയ ആളുടെ വയസ്സ് കണ്ടുപിടിക്കണം, അതായത് അച്ഛന്റെ വയസ്സ് കണ്ടുപിടിക്കണം. 56 കൂടെ 30 ഏഡ് ചെയ്യാം.
അപ്പൊ നിങ്ങൾക്ക് 86 കിട്ടും. ഈ 86ന്റെ പകുതി എത്രയാണ്? 43. അങ്ങനെയും കണ്ടുപിടിക്കും. പിന്നെ ഇതിന്റെ ഏജിന് ബന്ധപ്പെട്ട വേറെ ചോദ്യങ്ങൾ വരാം. ഇപ്പം മകന് വയസ്സ് 12 അച്ഛന് വയസ്സ് 35 വിചാരിക്കുക. ഇപ്പൊ 12ന്റെ ഇരട്ടി എത്രയാണ്? 24. അപ്പോൾ ഇവിടെ മകന് വയസ്സ് 12ഉം അച്ഛന് വയസ്സ് 35ഉം കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കുറെ വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മകന്റെ വയസ്സിന്റെ ഇരട്ടി അച്ഛനാവും. അത് എത്ര വർഷം കാത്തിരിക്കണം? എന്റെ ചോദ്യം ക്ലിയർ ആയോ ധ്യാന? ഇപ്പോൾ മകന് വയസ്സ് 12, അച്ഛന് വയസ്സ് 35. എത്ര വർഷം കഴിഞ്ഞാലാണ് മകന്റെ വയസ്സിന്റെ ഇരട്ടി അച്ഛൻ ഉണ്ടാവുക എന്നാണ് ചോദ്യം. അത് നിങ്ങളത് ചെയ്യാൻ, ചെറിയ ആളുടെ മകനാണ്. 11 വർഷം കഴിയുമ്പോ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം. മൈക്ക് മ്യൂട്ട് ചെയ്ത്, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന ആള്, അതുകൊണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്യുക. കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ചെറിയ ആളുടെ വയസ്സ് അങ്ങോട്ട് ഇരട്ടിയാക്കുക. 12ന്റെ ഇരട്ടി എടുക്കുക, 24. എന്നിട്ടോ അച്ഛന്റെ വയസ്സിന് 24 കുറച്ച് കഴിയും. അപ്പോ 11 കിട്ടും. 11 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മകന് 12ന്റെ കൂടെ 11 വയസ്സും കൂടി കൂടും. അപ്പൊ മകന് 23 വയസ്സാവും. അച്ഛനും അന്നേരം 35 വയസ്സിന്റെ കൂടെ 11 വയസ്സ് കൂടും. അപ്പൊ അച്ഛന് 46 വയസ്സ് മാറും. 26ന്റെ ഇരട്ടിയാണ് 46. അപ്പൊ ധ്യാന എത്ര വർഷം കഴിഞ്ഞാലാണ് മകന്റെ വയസ്സിന്റെ ഇരട്ടി അച്ഛനുണ്ടാവുക? 11 വർഷം കഴിഞ്ഞ്. അപ്പൊ ചെയ്യേണ്ടത് ഇതാണ്: ചെറിയ ആളുടെ വയസ്സ് ഇരട്ടിയാക്കുക, വലിയ ആളിൽ നിന്ന് അത് മൈനസ് ചെയ്യുക. അപ്പം ഇത് മാറ്റിലാണ് ഈ ചോദ്യം വരിക. ഇനി നമുക്ക് വീണ്ടും സാറ്റിലേക്ക് തിരിച്ചു പോകാം. സാറ്റിൽ നിങ്ങൾ അയച്ചു തന്ന ചോദ്യങ്ങൾ, അതിന്റെ പുറമെ ഇവിടെ എടുത്ത ചില ചോദ്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യും. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്: സാറ്റ് പേപ്പർ എടുത്തിട്ട് പ്രീവിയസ് ഇയർ, ഇപ്പൊ 2023 ആണ് എടുക്കുന്നതായിരിക്കുക. 2023ലെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നെങ്കിലും നോക്കിയിട്ട് എഴുതിയെടുക്കും. നല്ല വൃത്തിയിൽ എഴുതിയെടുക്കും. എവിടെ നിന്ന് നോക്കിയാലില്ല, അത് എഴുതിയെടുക്കുക നല്ല വൃത്തിയിൽ. അപ്പൊ 2023ലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് മാത്രമല്ല, ചെയ്യാൻ പറ്റിയാലും അതിന്റെ സമയം എഴുതി വെക്കണം. 20 മിനിറ്റ് കൊണ്ട് 20 ചോദ്യം ചെയ്യാൻ കഴിയുമോ? 20 മിനിറ്റ് കൊണ്ട് 20 ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റ് എളുപ്പം, ഇല്ലെങ്കിൽ സാറ്റ് പ്രയാസമായി. ഇനി എവിടെ നിന്നൊക്കെ ചോദ്യം വന്നതെന്ന് നോക്കണം. എന്തായാലും ചോദ്യം വരുന്ന ചില വിഭാഗങ്ങളുണ്ട്. അത് ഡെസിമലിനും സ്ക്വയർ റൂട്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യം. അത്തരം ഒരു ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനുള്ള ചോദ്യം എടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ചോദ്യം: സ്ക്വയർ റൂട്ട് ഓഫ് 0.324 into 0.049 ഡിവൈഡഡ് ബൈ. ഇപ്പൊ ഇവിടെ ഈ ചോദ്യം ഇതെല്ലാ റൂട്ടിനുള്ളിൽ വരുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. എല്ലാ റൂട്ടിനുള്ളിൽ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. എല്ലാ റൂട്ടിനുള്ളിൽ വരുന്ന രീതിയിൽ റൂട്ടിംഗ് കൊണ്ട് നീട്ടിക്കൊണ്ട് ചോദ്യങ്ങൾ വരാം. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് റൂട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഒന്നിച്ച് വരാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ നോക്കണം എവിടെയാണ് ഈ റൂട്ട് ചിഹ്നം കൊടുത്തത്. റൂട്ട് ചിഹ്നം ഇപ്പൊ മുകളിൽ മാത്രമേ ഇപ്പൊ ഉള്ളൂ, അത് തിരിച്ചറിയണം. ഡിവൈഡഡ് ബൈ 0.0021. സിംപ്ലിഫൈ.
ലഘൂകരിക്കുക എന്നാണ് അതിന്റെ മലയാളം. ഇത് ലഘൂകരിച്ചാൽ എത്രയാണ് എന്നാണ് ചോദ്യം. അതിന് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് 6, 60, 0.6, 0.06, 0.06. ധ്യാന, ഈ ചോദ്യം ഇവിടെ വിവരിക്കണം. മറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഈ ചോദ്യം ഇവിടെ ചെയ്ത് കാണിക്കണം. വേണ്ട. ശരി, എന്നാ പിന്നെ അടുത്ത ചോദ്യം എടുക്കാം അല്ലേ? വേണം. വേണം വേണം എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? വേണോ? വേണം. ആ, അപ്പൊ ചോദ്യം ഇവിടെ വിവരിക്കണം. അപ്പൊ മുമ്പ് കേട്ട കുട്ടികളാണെങ്കിൽ ഒന്നുകൂടി കേട്ടത് നല്ലതാണ്. ശരി, ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, റൂട്ട് എവിടെ വരുന്നുള്ളൂ കൂടി നോക്കണം. ഇനി ഇത് ചെയ്ത് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് എടുക്കുക? ഞാനായത് മനസ്സിലായി ചോദ്യം പോയിരുന്നു. ശരി, മുഹമ്മദ് റഷാദ്. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല കുട്ടികൾക്ക്. കുട്ടികളുടെ മൈക്ക് ഓണാണ്. കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാം. ശരി, ഇവിടെ കേൾക്കാം. ഈ ചോദ്യത്തില് നമുക്ക് ആദ്യം വേണ്ടത്, ഇവിടെ ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്. ഇവിടെയും ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് 3 സ്ഥാനം. അത് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്, ഇതൊന്നുകൂടി മാറ്റി എഴുതി നോക്കാം. ഈ 0.324 എന്ന് പറഞ്ഞാൽ അത് 324/1000 ആണ്. അത് തട്ടില്ല. ഇൻറ്റു 0.049 എന്ന് പറഞ്ഞാൽ അത് 49/1000 അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡിവൈഡഡ് ബൈ 0.0021 അല്ലേ? ഇനി നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം വായിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. മേലത്തെ തൽക്കാലം ഞാൻ ഒഴിവാക്കുക. ഈ ഓപ്ഷൻ ഞാൻ ഒഴിവാക്കിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ തന്നെ ചെയ്ത് പഠിക്കാം. ഇനി ഇവിടെ 324ന്റെ സ്ക്വയർ റൂട്ട് അത് 18 ആണെന്ന് നിങ്ങൾക്കറിയാം. 49ന്റെ സ്ക്വയർ റൂട്ട് 7 ആണെന്നും അറിയാം. ഡിവൈഡഡ് ബൈ, അപ്പൊ സ്ക്വയർ റൂട്ട് അങ്ങ് ഒഴിവാക്കി, റൂട്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. 1000ത്തെ 1000 കൊണ്ട് ഗുണിച്ചാൽ 1000ന്റെ കൂടെ വീണ്ടും ഒരു 3 0 കൂടി വരും. അപ്പൊ അത് 10 ലക്ഷം. അതിന്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്കറിയാം 1000 തന്നെയാണെന്ന്. അപ്പോൾ ചോദ്യത്തിൽ 1 2 3 4 5 0 ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ അവിടെ ചോദ്യത്തിൽ 1 2 3 4 5 6 സീറോസ് ഉണ്ടെങ്കിൽ ആൻസറിൽ 6ന്റെ പകുതിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ 2000 തമ്മിലുള്ള ഗുണനം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000 എഴുതിയാൽ അത് സ്ക്വയർ റൂട്ടായി. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 5 × 5 എന്ന് പറഞ്ഞാൽ 1 5 ആയിരിക്കും റൂട്ട്. കാരണം 5 × 5 ചെയ്ത് നോക്കിയിട്ട് റൂട്ട് കാണേണ്ട ആവശ്യം ഇല്ല. 25ന്റെ സ്ക്വയർ റൂട്ട് 5 നിങ്ങൾക്ക് അറിയാം. ഇതിൽ ഒരു 5 എഴുതി കൊടുത്താൽ അവിടെയാണ് നമ്മൾ ഈ 1000 ഇവിടെ എഴുതിയത്. ഇനി ഡിവൈഡഡ് ബൈ 0.0021 അതൊരു 4 സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ 4 സ്ഥാനം ഉണ്ടെങ്കിൽ 4 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിച്ചേ മതിയാവും. അപ്പൊ താഴത്തെ ആളെ 10000 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്,
ഒരു കുട്ടിക്ക് മാത്രം, ഇളയ കുട്ടിക്ക് മാത്രം ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ മൂത്ത കുട്ടിക്കും അതേ കളറുള്ള ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പൊ 10,000 മേലെ കുടിക്ക് താഴെ കുടി. ഇനി ഏകദേശം നമ്മൾ സംഭവം കഴിഞ്ഞു തോന്നുന്നു. ആയിക്കോട്ടെ, ഇവിടെ 3 0 ഇവിടുന്ന് എടുക്കുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതങ്ങ് പോയി. ഇനി ഇവിടെ ഒരു 7 ഉണ്ട്, 7 ഒരു പ്രാവശ്യം. ഇനി അതിന്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഇത് 21 ആയിട്ട് മാറും. കാരണം 10,000 കൊണ്ട് ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് 21 ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് 7 ഒരു പ്രാവശ്യം, 21 7 3 തവണ, 3 7 21. ഇനി 3നെയും 18നെയും നമുക്കൊന്ന് 3 3 ഒരു പ്രാവശ്യം, 18 6 3 18. ഇനി ഇവിടെ വരുന്ന കാര്യങ്ങൾ 6ഉം അതേപോലെ 10ഉമാണ്. 6 × 10 എത്രയാണ് മക്കളെ? ഉണ്ടെന്നില്ലേ? 6 × 10 എത്രയാണെന്നാണ് ചോദ്യം. 60. അപ്പൊ ഇത് 60 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായില്ല. മനസ്സിലായിട്ട് പറയുന്നു. മുഹമ്മദ് റസാൻ കേൾക്കാം? സർ കേൾക്കാം. ഇതൊന്ന് പറഞ്ഞു കൊടുക്കുമോ? 60 എങ്ങനെയാണ് കിട്ടിയത്? ഓക്കെ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ √0.324 into √0.049 ഡിവൈഡഡ് ബൈ 0.0021 എന്നതാണ്. അതിന് നമുക്ക് 0.234നെ 234 ഡിവൈഡഡ് ബൈ 1000 എഴുതാം. അതേപോലെ 0.49 ഡിവൈഡഡ് ബൈ 1000 എഴുതാം. 324 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 1000 ബൈ 0.0021 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ 324 18ന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് 18 എന്ന് എഴുതി കൊടുക്കാം. 49 7ന്റെ സ്ക്വയർ റൂട്ട് ആണെന്നറിയാം, സ്ക്വയർ ആണെന്നറിയാം. അപ്പൊ 7 എഴുതി കൊടുക്കാം. ഡിവൈഡ് ബൈ 1000 ആണ് വരിക. അതിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യണം 0.0021 ഉണ്ട്. ഇൻറ്റു രണ്ടിനെയും ഇൻറ്റു ചെയ്യണം 10,000 കൊണ്ട്. 18 into 7 into 10,000 by 1000 by 0.0021 into 10,000 എന്ന് വരും. ഇതിലെ 10,000ലെ 3 0 നമുക്ക് വെട്ടിക്കളയാം. അതുപോലെ 18ന്റെയും 7ന്റെയും താഴെയുള്ള 3 0 വെട്ടിക്കളയാം. ശേഷം 7 ഒരു പ്രാവശ്യം, 21 7 3 പ്രാവശ്യം എന്ന് നമുക്ക് കിട്ടും. 10,000 കൊണ്ട് 0.0021നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 21 ആണ് കിട്ടുക. അപ്പം അതിന്റെ സൈഡിലുള്ള സീറോസ് ഒക്കെ വെട്ടിക്കളയും. ഇങ്ങനെ ചെയ്യുമ്പോൾ 3 × 10,000 എന്ന് കിട്ടും. അതുപോലെ 18ല് 6 പ്രാവശ്യം, 3ല് 3 ഒരു പ്രാവശ്യം. 6 × 1 6 കിട്ടുക. അപ്പുറത്ത് ഒരു 10 ഉണ്ട്. 6 × 10 60. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 60 ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്ത ആൻസർ. സാറേ മൈക്ക് ഓൺ ആക്കി. കേൾക്കുന്നില്ല. സാറേ മൈക്ക് ഓഫാ. മൈക്ക് ഓൺ ആണോ ഇപ്പോൾ? സാർ ഇപ്പൊ റെഡി. അതവിടെ കോഹോസ്റ്റ് ആരോ മൈക്ക് ഓഫ് ചെയ്തായിരിക്കാം, നോക്കാം. ശരി, ഇപ്പൊ മൈക്ക് റെഡിയാണ്, ശ്രദ്ധിക്കുക.
ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഇതാ ഒരു ചോദ്യം. A 2-digit number divided by another 2-digit number gets 5.375. What is the sum of the numbers? ഇതില് എന്തെല്ലോ കുറഞ്ഞു പോയിട്ടുണ്ട്. ആ കുറഞ്ഞു പോയ കാര്യമൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് തരാം. ഹെഡിങ് കൊണ്ട് ആഡ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞ പോലെ ഒന്നല്ല ഇവർ എഴുതി കാണിക്കുന്നത്. ആദ്യം വേണ്ടത് എ 2-digit നമ്പർ എന്നാണ്. എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2-digit നമ്പർ എന്നാണ്. ഡിവൈഡഡ് ബൈ അനദർ 2-digit നമ്പർ ഗെറ്റ്സ് 5.375. ശരിയാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ നമ്പേഴ്സ്? മലയാളം ഇതാണ്. ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.375 കിട്ടി എങ്കിൽ ആ രണ്ടക്ക സംഖ്യകളുടെ സമ്മ് തുക എത്രയാണ്? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഒരു 4 അക്ക സംഖ്യയെ വേറൊരു 4 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.375 കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ആ 4 അക്ക സംഖ്യ 5375 ഹരിച്ച 4 അക്ക സംഖ്യ 1000 എന്താ മുഹമ്മദ് റഷാനെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതേ സമയത്ത് ഇവിടെ ഞാൻ പറയുന്നു, വീണ്ടും ഇതിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ഒരേ വില തന്നെയാ കിട്ടുക. ഇത് നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ചു നോക്കൂ. അപ്പൊ താഴെയും 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ 2 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും ആ കിട്ടിയ സംഖ്യയും നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ 5.375 കിട്ടുക. സംശയമില്ല. ഇനി ഇതിനെ നിങ്ങൾ ചുരുക്കിയിട്ട് കൊണ്ടുവന്നാലും 5.375 കിട്ടുക. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ രണ്ടക്ക സംഖ്യകളാക്കി മാറ്റുക? അതാണ് നിങ്ങളുടെ ചോദ്യം. എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2-digit നമ്പർ 5.375 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 5.375 എന്ന് പറഞ്ഞ സാധനം 5375-നെ 1000 കൊണ്ട് ഹരിച്ചതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവിടെയാണ് നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. ഇത് വീണ്ടും 2-digit നമ്പർ ആക്കി എങ്ങനെ കൊണ്ടുവരാം? ഇതിവിടെ തന്നെ വേണേൽ വെട്ടിച്ചെടുക്കാം. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം, കാരണം എനിക്കിത് പറയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്താൽ എനിക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ശരി. അപ്പൊ ഇവിടെ 2-digit നമ്പർ ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന 5375-ൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് നോക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം നമ്പർ കൊണ്ട് ചുരുക്കിയാൽ മതി. 5-ൽ അവസാനിക്കുന്ന സംഖ്യ ആയതുകൊണ്ട് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 5 3 ആയതുകൊണ്ട് ഇവിടെ 0 വന്നു. 5-നേക്കാൾ കുറവാണ്. അത് 37 ആകുമ്പോൾ 7 35, പിന്നെ 25 ആകുമ്പോൾ 5 25. ഇവിടെ തന്നെ ഹരിക്കാൻ കഴിയണം നിങ്ങൾക്ക്. അതാണ് നിങ്ങളെ കഴിവ്. വേറെ ഇട്ട് ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 5 10, 1 5 5, 5 5 25, 205. വീണ്ടും നിങ്ങൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 4 5 20, 3 5 15. ഈ 43 എന്ന സംഖ്യ ഒരു പ്രൈം നമ്പർ ആണ്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ 43 കിട്ടിക്കഴിഞ്ഞാൽ 5375-ൽ അടങ്ങിയിരിക്കുന്ന ആളുകൾ 5 × 5 × 5 × 43 ഇതാണ് 5375. ബൈ 1000-ത്തെയും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫാക്ടറൈസ് ചെയ്യാം. 1000. ഇനി ശ്രദ്ധിക്കുക, ഇനിയുള്ള ചോദ്യങ്ങൾ കുറച്ച് കടുപ്പം കൂടിയതേ തരാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സാറ്റ് പേപ്പറിൽ വരുന്നത് ഇത്തരം ചോദ്യങ്ങളായിരിക്കും. ഇനി നമ്മൾ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കും. വലിയ വലിയ ചോദ്യങ്ങൾ, അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക.
2015 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിൽ അവൈലബിൾ ആണ്. 2016 മുതലുള്ള അവൈലബിൾ ആണ്. അപ്പൊ എല്ലാം 2016, 17, 15 എല്ലാ ക്വസ്റ്റ്യൻസ് എടുക്കുക. സാറ്റ് പേപ്പറുള്ള കണക്കിന്റെ ചോദ്യങ്ങൾ പ്രത്യേകം ഒരു നോട്ട് ബുക്കിൽ എഴുതുക. അത് ഒരു വർഷത്തെ ചോദ്യം എടുത്തിട്ട് കഴിഞ്ഞ 2023 ചോദ്യ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയിട്ട് 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 20 ചോദ്യം പോട്ടെ 15 ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് NMOC കിട്ടും. ഉറപ്പ് തരാണ്. അത് 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ചെയ്യണം. അല്ലാതെ ഒരു ദിവസം ഫുള്ളായിട്ട് എടുത്തിട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ കണക്ക് പഠിച്ചു എന്ന് ഞാൻ പറയും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് 1000 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 500 കിട്ടി. 500 നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 250 ആക്കാം. 250 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 125 ആവും. 125 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. 25 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. പ്രൈം നമ്പർ കിട്ടി, അവിടെ അവസാനിപ്പിച്ചു. താഴെ വരുന്ന ആള് 2 ഇൻറ്റു, അതായത് 1000 സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് കിട്ടുന്നു. ഇനി എന്ത് സുഖ, മേലെയും താഴെ ഒരേ സംഖ്യകൾ. 5 വിട 5 വിട, ഒരു 5 വിട, ഒരു 5 വിട, ഒരു 5 വിട, ഒരു 5 വിട. അപ്പോൾ 43 ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 കിട്ടുന്നു. നിങ്ങൾ അറിയുമോ 5375 ബൈ 1000 എന്നത് 5.375 എന്ന് എഴുതാമെങ്കിൽ 43 ബൈ 8 നമുക്ക് 5.375 എന്ന് തന്നെ എഴുതാം. കാരണം ഇത് കാച്ചി കുറുക്കിയതാണ്. ഇതിങ്ങനെ കുറുക്കി കുറുക്കി എടുത്തിട്ടാണ് ഇത് കിട്ടിയത്. ഇനി 43-നെയും 8-നെയും നിങ്ങൾ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ കിട്ടുന്നതും ഇതേ ഉത്തരം തന്നെയാവണം. പക്ഷെ നിങ്ങളോടുള്ള ചോദ്യം അതല്ല. ഒരു 2 അക്ക സംഖ്യയെ ഒരക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ പറഞ്ഞത്, നിങ്ങളോട് ചോദിച്ച ചോദ്യം ഒരു 2 അക്ക സംഖ്യയെ വേറൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്നാണ്. അപ്പോൾ താഴത്തെ ആൾ 2 അക്ക സംഖ്യ അല്ല, ഒരക്ക സംഖ്യയാണ്. 8-നെ നിങ്ങൾക്ക് ഒരു 2 അക്ക സംഖ്യ ആക്കണമെങ്കിൽ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 കൊണ്ട് ഗുണിക്കാം. പക്ഷെ 3 കൊണ്ട് ഞാനിവിടെ ഗുണിക്കാത്തതിന്റെ കാരണം, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 3 കൊണ്ട് തന്നെ ഗുണിക്കണം. പക്ഷെ 43-നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് 3 അക്ക സംഖ്യ ആയി പോകും. അതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് ഗുണിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് 2 കൊണ്ടുള്ള മൾട്ടിപ്പിൾ ആണ് വേണ്ടത്. അപ്പൊ 2 കൊണ്ട് ഗുണിച്ചു. 8 16 2 അക്ക സംഖ്യയായി. 43-നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ അത് 86 ഇപ്പൊ ഇവര് പറഞ്ഞ ഉത്തരത്തിലേക്ക് എത്തി. 86-നെ 16 കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് 5.375 തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ 2 അക്ക സംഖ്യകൾ ഇതൊക്കെയാണ്. വീണ്ടും നമ്മളോട് പറഞ്ഞത് വാട്ട് ഈസ് ദ സം ഓഫ് ദ നമ്പേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 86-ഉം 16 കൂടി കൂട്ടിയാൽ 6 6 12, 8 9 10, 102 നമ്മുടെ ആൻസർ. മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ഒന്നുകൂടി പറയണം. വേണ്ട. ശരി, വെരി ഗുഡ്. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ ഇത് നമ്മുടെ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ ചെയ്യുക. പല ചോദ്യങ്ങൾക്കും എളുപ്പ വഴിയിലും ചെയ്യാൻ പറ്റും. ചിത്രം ഉപയോഗിച്ച ചോദ്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. 9-ാം തീയതിയുള്ള പരീക്ഷയ്ക്ക് ഒരുങ്ങുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രാക്ടീസ് കുറയ്ക്കരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പുകളും കിട്ടുക. ചോദ്യം, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. HW ഹോംവർക്കാണ്, വീട്ടിൽ നിന്ന് ചെയ്യുക. What is the sum of all odd numbers between 100
and 300. ധ്യാന ചോദ്യം എന്ന് വായിച്ചേ. What is the sum of all odd numbers between 100 and 300? ഈ ചോദ്യമാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. 100-നും 300-നും ഇടയിലുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക എത്രയാണ്? ഒറ്റ ചോദ്യം തരുന്നുള്ളൂ. എല്ലാ കുട്ടികളും, ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികളും ആ ചോദ്യത്തിന്റെ ആൻസർ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.